ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെറൈറ്റി വേൾഡ് ഡിസൈൻസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സെമി സ്റ്റിച്ച് ചുരിദാർ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ക്രൈപ്പ് ലൈനിങ് ആണ് എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഇതുപോലെയുള്ള ഒരു സെമി സ്റ്റിച്ച് ചുരിദാർ പീസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെയുള്ള സെമി സ്റ്റിച്ച് ചുരിദാർ ബിറ്റ് കിട്ടിയാൽ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഉള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ സ്ലീവ് ഒന്ന് അഴിച്ചെടുക്കാം. 2 സ്ലീവ് നമ്മൾ അഴിച്ചെടുക്കുക. കണ്ടല്ലോ, ഇതുപോലെ അഴിച്ചെടുത്തു. ഇനി അടുത്ത സ്ലീവും അഴിച്ചെടുക്കുക. കണ്ടല്ലോ, 2 സ്ലീവ് നമ്മൾ അഴിച്ചെടുത്തു. അപ്പം നമ്മൾ 2 സ്ലീവ് അഴിച്ചെടുത്തു. കണ്ടല്ലോ, ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. നെക്കൊക്കെ ഓൾറെഡി ഇതിൽ സ്റ്റിച്ച് ചെയ്ത ഒരു മെറ്റീരിയലാണിത്. കണ്ടല്ലോ, ഇതുപോലെയുള്ള. ഇനി നമുക്ക് ഈ നെക്ക് അഴിച്ചെടുക്കാതെ തന്നെ ഷോൾഡറൊന്നും അഴിച്ചെടുക്കാതെ തന്നെ ഇതിലേക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നൊരു വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്നൊരു മെത്തഡാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണുക. അപ്പോൾ ഇതുപോലെയുള്ള സെമി സ്റ്റിച്ച് ചുരിദാർ ബിറ്റ് കിട്ടിയാൽ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വളരെ വ്യക്തമായി കാണിക്കുന്നുണ്ട്. അപ്പോൾ ക്രൈപ്പ് ലൈനിങ് ആണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ലൈനിങ് നമ്മൾ സാധാരണ ചുരിദാർ ടോപ്പ് കട്ട് ചെയ്യുന്നത് പോലെ തന്നെ 4 ഫോൾഡറായി മടക്കി വെക്കുക. നമ്മുടെ ഇവിടുത്തെ എത്രയാണോ അതിലേക്ക് 2 ഇഞ്ച് കൂട്ടിയതിന് ശേഷം ആ ഒരു വീതിക്ക് വേണം 4 ഫോൾഡറായി മടക്കി വെക്കാൻ. ലെങ്ത്ത് നമുക്ക് ഈ ഒരു മെറ്റീരിയലിൻ്റെ വിഡ്ത്തിൽ തന്നെ കിട്ടുന്നുണ്ട്. ആദ്യം നമുക്ക് ഈ ലൈനിങ് ടോപ്പിന് വേണ്ടി മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വിഡ്ത്ത് ഹിപ്പ് വിഡ്ത്ത് 22ആണ്. അതിൻ്റെ പകുതി 11ലേക്ക് 2-2.5 ഇഞ്ച് ആഡ് ചെയ്ത് നമുക്ക് ആ ഒരു വിഡ്ത്തിക്ക് ഇതുപോലെ ഒന്ന് മടക്കി നോക്കുക. എന്നിട്ട് അവിടെ നിന്നും പിടിച്ച് ഒന്നും കൂടെ കണ്ടല്ലോ, ഇതുപോലെ പിടിച്ച് ആ ഒരു അളവിൽ അടയാളപ്പെടുത്തി ഇതുപോലെ പിടിക്കുക. അപ്പോൾ 2 ഫോൾഡറായി വെച്ചതിന് ശേഷം നമുക്ക് കിട്ടിയ ആ ഒരു വിഡ്ത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് 4 ഫോൾഡറായി മടക്കി വെക്കുക. അപ്പം നമുക്ക് ടോപ്പിന് വേണ്ട വിഡ്ത്തിൽ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ടോപ്പിന് വേണ്ടി ആവശ്യമുള്ളത് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി ഈ ഒരു ക്ലോത്ത് 4 ഫോൾഡറായി മടക്കി വെക്കുക. അപ്പോൾ 4 ഫോൾഡറായി വെച്ചതിന് ശേഷം ഏറ്റവും മുകളിൽ ഷോൾഡർ അടയാളപ്പെടുത്തുക. ഷോൾഡർ 16ആണ്. അതിൻ്റെ പകുതി 8 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിനുശേഷം ആം ഹോള് 8 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇനി ഇതുപോലെ ഒരു കർവ് വരയ്ക്കുക. ഇനി അടുത്തതായിട്ട് ചെസ്റ്റ് അടയാളപ്പെടുത്താം. ചെസ്റ്റ് 22ആണ് നമ്മുടെ അളവ്. അതിൻ്റെ പകുതി 11 അടയാളപ്പെടുത്തുക. അതിലേക്ക് 1.5 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്യുക. ഇനി വേസ്റ്റ് ലെങ്ത്ത് 14ആണ് ഞാനിവിടെ അടയാളപ്പെടുത്തുന്നത്. അതുപോലെ ഹിപ്പ് ലെങ്ത്ത് 20 അടയാളപ്പെടുത്തി. ഇനി വേസ്റ്റ് ലെങ്ത്തിൻ്റെ ആ ഒരു ഭാഗത്ത് 19.5ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പകുതി 9.25 അടയാളപ്പെടുത്തുക. അതിലേക്ക് 1.5 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്യുക. ഇനി ഹിപ്പ് വിഡ്ത്ത് 22, അതിൻ്റെ പകുതി 11 അടയാളപ്പെടുത്തുക. അതിലേക്ക് 1.5 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്യുക. കറക്റ്റായിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള പോർഷനാണ്. ഈ ഒരു ലൈനിലാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തിയ ചെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ് ഇതുപോലെ യോജിപ്പിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മുടെ പ്ലെയർ അടയാളപ്പെടുത്താനുണ്ട്. അപ്പോൾ ഹിപ്പ് വിഡ്ത്ത് നമ്മൾ അടയാളപ്പെടുത്തിയത് 22 അല്ലേ.
ആ 22 അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്നും 1 ഇഞ്ച് ആഡാക്കുക. അപ്പോൾ ഈ ഹിപ്പ് വിഡ്ത്ത് 22, അതിൻ്റെ പകുതി 11, അതിലേക്ക് 1.5 ഇഞ്ച് ആഡ് ചെയ്തിട്ട് വേണം താഴെ പെയർ അടയാളപ്പെടുത്താൻ. അപ്പോൾ നമ്മൾ താഴെ 12 അടയാളപ്പെടുത്തി, അവിടെ നിന്നും നമ്മൾ അടയാളപ്പെടുത്തിയ 1 ഇഞ്ച് അളവിലേക്ക് ഇതുപോലെ പിടിച്ച് വരയ്ക്കുക. അപ്പോൾ നമ്മൾ ഹിപ്പ് വിഡ്ത്ത് 22 അല്ലേ, 11 അടയാളപ്പെടുത്തിയത്, 22ൻ്റെ പകുതി, അതിലേക്ക് 1 ഇഞ്ച് ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു പ്ലെയറിലേക്കുള്ള ലൈൻ വരയ്ക്കുന്നത്. അതായത് ഹിപ്പ് വിഡ്ത്ത് 22, അതിൻ്റെ പകുതി 11 നമ്മൾ ഹിപ്പ് വിഡ്ത്ത് അടയാളപ്പെടുത്തിയത്, അവിടെ നിന്ന് 1 ഇഞ്ച് ആഡാക്കി, അതിലേക്ക് ഒരു 1/2 ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ടാണ് പ്ലെയർ കണ്ടത്. ഏറ്റവും താഴെ നമ്മൾ 12 അടയാളപ്പെടുത്തി ഈ 1 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് ലൈൻ വരയ്ക്കുക. നമ്മൾ അടയാളപ്പെടുത്തിയ എല്ലാ ഭാഗവും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ പറയുന്നത് എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലും കമൻറ്റിൽ ചോദിക്കുക. അപ്പോൾ ലൈനിങ്ങിൽ നമ്മൾ കറക്റ്റ് അളവിൽ എല്ലാ ഭാഗവും കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ ലൈനിങ്ങിലുള്ള കട്ടിങ് കഴിഞ്ഞു. ഇനി മെയിൻ ക്ലോത്ത് എടുക്കുക. മെയിൻ ക്ലോത്ത് നമ്മുടെ സെമി സ്റ്റിച്ച് ചുരിദാർ ബിറ്റാണല്ലോ, അതെടുത്ത് ഇനി അത് 4 ഫോൾഡറാക്കി സാധാരണ അതിൻ്റെ മിഡിൽ കണക്കാക്കി മടക്കി വെക്കുക. സാധാരണ വെക്കുന്നത് പോലെ കറക്റ്റാക്കി മടക്കി വെച്ചതിന് ശേഷം ഈ ലൈനിങ് അതിൻ്റെ മുകളിൽ വെച്ച് ബാലൻസ് ഉള്ള ഭാഗം എല്ലാ ഭാഗവും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഓരോ ഭാഗവും ഇങ്ങനെ നടു കണക്കാക്കി ഇതുപോലെ മടക്കുന്നുണ്ട്. കണ്ടല്ലോ, നമ്മുടെ ചുരിദാർ ബിറ്റ് നല്ലതുപോലെ കറക്റ്റാക്കി മടക്കി വെച്ചു. ഇനി അതിൻ്റെ മുകളിൽ ഈ ഒരു ലൈനിങ് കട്ട് ചെയ്തത് വെച്ച് നോക്കുക. കണ്ടല്ലോ, അപ്പോൾ നമ്മുടെ ബിറ്റ് ഈ ഒരു ലൈനിങ്ങിൻ്റെ അത്രയ്ക്കും ഉണ്ട്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാനില്ല. അപ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. അതിലേറെ ഉള്ള വിടുത്തുള്ള മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് ആ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കട്ട് ചെയ്യാനൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് സ്റ്റിച്ചൊക്കെ ഒന്ന് അഴിച്ചെടുത്ത് വീതി കൂട്ടുക. എന്നിട്ട് ലൈനിങ് ഇതിൻ്റെ മുകളിൽ വെച്ച് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് വളരെ വ്യക്തമായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. അപ്പോൾ മെയിൻ ക്ലോത്തിൻ്റെ മുകളിൽ ഉൾഭാഗത്ത് ഇതുപോലെ കറക്റ്റാക്കി വെക്കുക. മിഡിൽ രണ്ടും കണക്കാക്കി വെക്കണേ. ലൈനിങ്ങിൻ്റെ മിഡിലും മെയിൻ ക്ലോത്തിൻ്റെ മിഡിലും കറക്റ്റാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് എല്ലാ ഭാഗത്തുനിന്ന് പിൻ ചെയ്ത് വെക്കുക. കണ്ട ബാക്ക് പാർട്ട് ഇതുപോലെ തന്നെ കറക്റ്റാക്കി വെച്ചതിന് ശേഷം പിൻ ചെയ്ത് വെക്കുക. ഇനി അടുത്തതായി സ്ലീവ് കട്ട് ചെയ്യാനുണ്ട്. അതിനുവേണ്ടി ലൈനിങ് 4 ഫോൾഡറായി മടക്കിയതിന് ശേഷം ലെങ്ത് അടയാളപ്പെടുത്തുക. അതുപോലെ ആം ഹോൾ 8 ഇഞ്ച് അടയാളപ്പെടുത്തി അതിലേക്ക് 1.5 ഇഞ്ച് ആഡ് ചെയ്യുക. ഇനി 3 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തി ആം ഹോൾ കർവ് വരയ്ക്കുക. മുകളിൽ നിന്നും 8 ഇഞ്ച് ലെങ്ത്തിൽ നമുക്ക് എത്രയാണ് വിടുത്ത് വേണ്ടത് അത് വരച്ചെടുക്കുക. അതുപോലെ താഴെയും വിടുത്ത് എത്രയാണ് വേണ്ടത് അതിലേക്ക് 1 ഇഞ്ച് ആഡ് ചെയ്ത് ഇതുപോലെ സ്ലീവ് വരച്ചു. ഇനി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ എത്ര തവണ വിട്ടത് കൊണ്ടാണ് ഇതുപോലെ സ്പീഡിൽ വിടുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. ഇനി മെയിൻ ക്ലോത്തിലേക്ക് ലൈനിങ് ക്ലോത്ത് ഇതുപോലെ കറക്റ്റാക്കി വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞു. ഇനി സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം. ഇനി സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ലൈനിങ്ങിൻ്റെ മിഡിൽ കണക്കാക്കി ഒരു നോച്ച് ഇട്ട് അടയാളപ്പെടുത്തുക. എന്നിട്ട് അതിൻ്റെ മിഡിൽ ഒരു കണ്ണിൽ ഇതുപോലെ വെച്ച് കറക്റ്റ് ലൈൻ കൊടുക്കുക. അതുപോലെ തന്നെ മെയിൻ ക്ലോത്തിലും മിഡിൽ കണക്കാക്കി ഇതുപോലെ ലൈൻ കൊടുക്കുക.
ഇനി ലൈനിങ് ഷോൾഡറിൻ്റെ അവിടെ കറക്റ്റാക്കി വെച്ച് ആം ഹോളിൻ്റെ എല്ലാ ഭാഗത്തും കറക്റ്റാക്കി വെച്ചതിന് ശേഷം പിൻ ചെയ്ത് വെക്കുക. കണ്ടില്ലേ, ഇതുപോലെ കറക്റ്റാക്കി മിഡിൽ കറക്റ്റാക്കി വെച്ച് ഇതുപോലെ പിൻ ചെയ്ത് വെക്കുക. അപ്പം എല്ലാ ഭാഗത്തും ഇതുപോലെ പിൻ ചെയ്ത് വെച്ചതിന് ശേഷം ഷോൾഡറിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്യുക. ഇനി സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഷോൾഡറിൻ്റെ അവിടെ നിന്നും സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. അതിന് വേണ്ടി ഇതുപോലെ തിരിച്ച് വെച്ച് ഷോൾഡറിൻ്റെ തലക്കിൽ നിന്നും സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. എന്നിട്ട് നെക്കിൻ്റെ ആ ഒരു ഭാഗത്തെത്തുമ്പോൾ 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം സ്റ്റിച്ചിങ് നിർത്താൻ. കണ്ണിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നെക്കിൻ്റെ ആ ഒരു ഭാഗത്തെത്തുമ്പോൾ 1/2 ഇഞ്ച് അകലത്തിൽ സ്റ്റിച്ച് നിർത്തുക. ഇനി അടുത്ത ഷോൾഡറും അതുപോലെ തന്നെ 1/2 ഇഞ്ച് വിട്ടിട്ട് നെക്കിൻ്റെ അവിടെ നിന്നും 1/2 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇനി 2 ആം ഹോളും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇളകി പോവാതിരിക്കാൻ പിൻ ചെയ്ത് വെച്ചതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. എന്നാൽ ഇതുപോലെ ആം ഹോള് ആ ലൈനിങ്ങിൻ്റെ 1/4 ഇഞ്ച് അകലത്തിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ അടുത്ത ആം ഹോളും സ്റ്റിച്ച് ചെയ്യുക. കണ്ടല്ലോ, ഇതുപോലെ പിടിച്ച് 1/4 ഇഞ്ച് അകലത്തിൽ ആ ലൈനിങ്ങിൻ്റെ എഡ്ജ് ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോയിൽ നല്ല രീതിയിൽ മനസ്സിലാവുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ 2 ഷോൾഡറും ആം ഹോളും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് ഇതുപോലെ ഒന്ന് നിവർത്തി വെക്കുക. നല്ല ഭാഗം ഇതുപോലെ വെക്കുക. എന്നിട്ട് നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് എത്രയാണ് വരുന്നത് അതിൽ നിന്നും 1/4 ഇഞ്ച് അകലത്തിൽ ഇതുപോലെ ഒരു ലൈൻ കൊടുക്കുക. നെക്കിൻ്റെ വിഡ്ത്ത് അടയാളപ്പെടുത്തുക. കണ്ടല്ലോ, ഇതുപോലെ അടയാളപ്പെടുത്തി ഇനി നമ്മൾ കട്ട് ചെയ്തെടുക്കും. ആ ഒരു 1/4 ഇഞ്ച് അകലത്തിൽ കട്ട് ചെയ്തെടുക്കുക. സ്റ്റെമി സ്റ്റിച്ച് ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കിട്ടിയാൽ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു മെത്തഡാണ് വീഡിയോയിൽ കാണിക്കുന്നത്. നെക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് നെക്കിൻ്റെ ചുറ്റിലും ഒന്ന് പിൻ ചെയ്ത് വെക്കുക. കണ്ടില്ലേ, ഇതുപോലെ നെക്കിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ പിൻ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ വരച്ച ലൈനിലൂടെ കട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുൻപേ ഇതുപോലെ പിൻ ചെയ്ത് വെക്കുക. കണ്ടില്ലേ, നെക്ക് ഇളകി പോവാതിരിക്കാനാണ് ഇതുപോലെ പിൻ ചെയ്ത് വെക്കുന്നത്. അതിന് ശേഷം കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തിയ നെക്കിൻ്റെ അവിടെ 1/4 ഇഞ്ച് അകലത്തിൽ, നെക്കിൽ നിന്നും 1/4 ഇഞ്ച് അകലത്തിലായിട്ട് ഇതുപോലെ കട്ട് ചെയ്യേണ്ടത്. കണ്ടല്ലോ, നെക്കിൻ്റെ അകലം നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഒന്ന് മറിച്ചെടുത്ത് ചീത്തഭാഗം ഇതുപോലെ വെച്ച് നമ്മൾ ആ ഷോൾഡർ അറ്റാച്ച് ചെയ്തപ്പോൾ 1/2 ഇഞ്ച് വിട്ടിട്ടാണല്ലോ സ്റ്റിച്ച് ചെയ്തത്.
അപ്പോൾ ആ 1/2 ഇഞ്ച് എന്തിനാണ് ഇതുപോലെ മടക്കി ഉള്ളിലേക്ക് കവർ ചെയ്യാനാണ്. കണ്ടല്ലോ, ഇതുപോലെ ആ നെക്കിൻ്റെ എഡ്ജ് ഉള്ളിലേക്ക് കവർ ചെയ്ത് ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ സെമി സ്റ്റിച്ച് ചുരിദാർ കിട്ടിയാൽ നെക്ക് അയച്ചെടുത്ത് ബുദ്ധിമുട്ടേണ്ട. ഇതുപോലെ ഷോൾഡറൊന്നും അയക്കാതെ തന്നെ നമുക്ക് വളരെ എളുപ്പം ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു മെത്തഡാണ് ഈ വീഡിയോയിൽ വിട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ റൗണ്ടിലായിട്ടുള്ള നെക്കൊക്കെ ആണെങ്കിൽ ആ ഒരു കർവ് വരുന്ന ഭാഗത്ത് ചെറിയൊരു നോച്ചിട്ട് കൊടുക്കുക. ചെറിയൊരു കട്ടിങ് കൊടുത്ത് ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. അതുപോലെ ചെയ്താൽ അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചാണ് ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ വിടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലും ഫാമിലി ഗ്രൂപ്പിലൊക്കെ വീഡിയോസ് ഷെയർ ചെയ്യണേ. അപ്പം എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായോ? കണ്ടല്ലോ, ഇതുപോലെ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. കണ്ടല്ലോ, അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് ഈ ഒരു ചുരിദാർ നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ഫ്രണ്ട് പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ബാക്ക് പാർട്ടും ഈ ഫ്രണ്ട് പാർട്ട് ചെയ്തതുപോലെ തന്നെ ലൈനിങ് ഇതുപോലെ പിൻ ചെയ്ത് വെച്ചതിന് ശേഷം ഷോൾഡർ അറ്റാച്ച് ചെയ്യുക. നെക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടല്ലോ, എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായോ? നല്ല പെർഫെക്റ്റായിട്ട് കിട്ടി. ഇതുപോലെ തന്നെ ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ബാക്ക് പാർട്ട് ഇതുപോലെ തന്നെ ലൈനിങ് വെച്ച് കറക്റ്റ് മിഡിൽ കറക്റ്റാക്കി വെച്ച് അതിൻ്റെ എല്ലാ ഭാഗത്തും ഫ്രണ്ട് പാർട്ട് ചെയ്തതുപോലെ തന്നെ ഇതുപോലെ പിൻ ചെയ്ത് വെച്ചതിന് ശേഷം ഷോൾഡർ അറ്റാച്ച് ചെയ്യുക, ആം ഹോൾ അറ്റാച്ച് ചെയ്യുക. അതുപോലെ നെക്ക് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം 1/4 ഇഞ്ച് അകലത്തിൽ കട്ട് ചെയ്ത് ഫ്രണ്ട് പാർട്ട് ചെയ്തതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം വീഡിയോക്ക് ലെങ്ത്ത് കൂടുന്നത് കൊണ്ടാണ് ഇത് വീഡിയോ ഇത്രയും സ്പീഡിൽ വിട്ടിരിക്കുന്നത്. അപ്പം വീഡിയോ എല്ലാവരും ഫ്രണ്ട് പാർട്ട് ചെയ്യുന്നത് എല്ലാവരും നല്ല രീതിയിൽ കണ്ടതല്ലേ, അതുകൊണ്ടാണ്. കണ്ടില്ലേ, ബാക്ക് പാർട്ട് എല്ലാ ഭാഗവും പിൻ ചെയ്തതിന് വെച്ചതിന് ശേഷം നമ്മൾ ഫ്രണ്ട് പാർട്ട് ചെയ്തതുപോലെ തന്നെ ചെയ്തെടുത്തു. കണ്ടില്ലേ, നെക്കും ഇതുപോലെ കട്ട് ചെയ്ത് നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ ചെയ്തതുപോലെ തന്നെ എല്ലാ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ കണ്ടല്ലേ, നമ്മുടെ സ്റ്റിച്ചിങ് ഏകദേശം കഴിഞ്ഞു. കണ്ടല്ലേ, നെക്കൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടി. ഇനി ബാക്കി വരുന്ന ഈ ബാലൻസൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഷോൾഡറിൽ വരുന്ന എല്ലാ ആം ഹോളിൻ്റെ ഭാഗത്ത് വരുന്ന ബാലൻസ് പീസൊക്കെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ലൈനിങ്ങുമായി അറ്റാച്ച് ചെയ്തതിന് ശേഷം സ്ലിറ്റൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് കാണാം. കണ്ടല്ലോ, സൈഡൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പിൻ ചെയ്ത് വെച്ചു. ഇതുപോലെ പിൻ ചെയ്ത് കറക്റ്റാക്കി വെച്ചതിന് ശേഷം ലൈനിങ്ങുമായി അറ്റാച്ച് ചെയ്തെടുക്കുക. കണ്ടല്ലോ, ലൈനിങ്ങും മെയിൻ ക്ലോത്തും അറ്റാച്ച് ചെയ്തെടുത്തു. ഇനി സ്ലീവ് ജോയിൻ ചെയ്യാനുണ്ട്. അതിനുവേണ്ടി സ്ലീവിൽ ലൈനിങ്ങുമായി അറ്റാച്ച് ചെയ്തതിന് ശേഷം സാധാരണ നമ്മൾ ഷോൾഡറിൽ ആം ഹോളിൽ സ്ലീവ് അറ്റാച്ച് ചെയ്യുക.
സ്ലീവിൻ്റെ ലൈനിങ് അറ്റാച്ച് ചെയ്തതിന് ശേഷം സ്ലീവ് അറ്റാച്ച് ചെയ്യാം. സ്ലീവിൻ്റെ മിഡിൽ കറക്റ്റാക്കി നോച്ചിട്ട് അടയാളപ്പെടുത്തിയതിന് ശേഷം ഷോൾഡറിൽ അറ്റാച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ 2 സ്ലീവും ഷോൾഡറിൽ അറ്റാച്ച് ചെയ്തു. കണ്ടല്ലോ, ഇതുപോലെ കിട്ടി. ഇനി നമുക്ക് ഇത് മറിച്ചിട്ട് നമ്മുടെ ചെസ്റ്റ് അളവും വേസ്റ്റ് അളവും ഹിപ്പ് അളവൊക്കെ അടയാളപ്പെടുത്തി സ്ലീവിൻ്റെ അളവുകളൊക്കെ അടയാളപ്പെടുത്തിയതിന് ശേഷം ഫുള്ള് സൈഡൊക്കെ അറ്റാച്ച് ചെയ്യുക. ഇതുപോലെ എല്ലാ ഭാഗവും കറക്റ്റാക്കി പിടിച്ച് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ചെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ്, സ്ലീവിൻ്റെ വിടുത്തെല്ലാം അടയാളപ്പെടുത്തി വരച്ചെടുക്കുക. കണ്ടല്ലോ, നമ്മുടെ ചെസ്റ്റ് അളവ്, വേസ്റ്റ് അളവ്, ഹിപ്പ് അളവൊക്കെ നമ്മൾ കറക്റ്റാക്കി പിൻ ചെയ്ത് വെച്ചതിന് ശേഷം അടയാളപ്പെടുത്തി വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ നിവർത്തി വെച്ച് നമ്മുടെ ആ ഒരു ലൈനിങ്ങിൻ്റെ അതേ അളവിൽ മെയിൻ ക്ലോത്ത് ഇതുപോലെ പിൻ ചെയ്ത് വെച്ചതിന് ശേഷം കറക്റ്റാക്കി കട്ട് ചെയ്ത് സ്ലിറ്റൊക്കെ അടയാളപ്പെടുത്തി സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ ഇതുപോലെ കറക്റ്റാക്കിയിട്ട് ലൈനിങ്ങിന് കറക്റ്റാക്കി മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യുക. എന്നിട്ട് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടല്ലോ, ഇതുപോലെ 2 സൈഡിലും കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഇവിടെ ഏകദേശം കഴിയാനായി. കണ്ടല്ലോ, അപ്പോൾ നമ്മുടെ സെമി സ്റ്റിച്ച് ചുരിദാർ കിട്ടിയാൽ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക. ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഈ വീഡിയോയിൽ വിട്ടിരിക്കുന്നത്. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ചുരിദാർ ഫുള്ള് സ്റ്റിച്ചിങ് കഴിഞ്ഞു. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഈ ഒരു സെമി സ്റ്റിച്ച് ചുരിദാർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട്. ഇനിയും നല്ല നല്ല വീഡിയോയുമായി വരാൻ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇനിയും അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.